ഹായ് ഓൾ, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ഓൾറെഡി സ്പെക്ട്രോസ്കോപ്പിയുടെ ചാപ്റ്റർ എടുത്തു. നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് ഡിസ്കസ് ചെയ്തു. ദെൻ നമുക്ക് അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചു, തിയറി പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു. പക്ഷേ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നതിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ മുന്നത്തെ പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കിനകത്ത് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി, നമ്മുടെ UV വിസിബിൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, ദെൻ രാമൻ സ്പെക്ട്രോസ്കോപ്പി, ഈ 4 സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു MCQ ഡിസ്കഷൻ സെഷനാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഓരോ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കും പല ഇതായിട്ട് എടുക്കുന്നില്ല, നമ്മളെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു MCQ ഡിസ്കഷൻ സെഷനാണ്. അത്യാവശ്യം ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ NMR സ്പെക്ട്രോസ്കോപ്പി, ESR സ്പെക്ട്രോസ്കോപ്പി, മോസ്ബാർ സ്പെക്ട്രോസ്കോപ്പി, അതിൻ്റെ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട്, കാരണം നമുക്ക് ഓരോ മോളിക്യൂൾസ് തന്നിട്ട് അതിൻ്റെ NMR ESR ഒക്കെ എടുക്കാൻ പറയുമ്പോഴത്തേന് അത് ഞാൻ ഈ കമ്പൈൻഡ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവും. അതുകൊണ്ട് NMRൻ്റെയും ESRൻ്റെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ഞാൻ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കി എല്ലാ സ്പെക്ട്രോസ്കോപ്പി, അതായത് നമ്മുടെ റൊട്ടേഷണൽ, വൈബ്രേഷണൽ, രാമൻ സ്പെക്ട്രോസ്കോപ്പി, ദെൻ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, ഈ 4 സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം ചോദ്യങ്ങളെല്ലാം നമ്മുടെ പഴയ പല PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ പുതിയതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്, നമ്മുടെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ മറ്റൊരു പേരെന്താണ്? അതൊക്കെ ചോദിക്കാം. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി അല്ലെന്നുണ്ടെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, അതേപോലെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പി. അതിൻ്റെ റീസൺ എന്താണ്? കാരണം റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് മൈക്രോവേവ് റേഡിയേഷൻസ് ആണ്. അതുകൊണ്ട് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിനെ നമ്മൾ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്നും പറയുന്നു. അതേപോലെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, IR റേഡിയേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയെ നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി എന്നും യൂഷ്വലി പറയാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഏത് റേഡിയേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഏത് റേഡിയേഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ മൈക്രോവേവ് റേഡിയേഷൻസ് യൂസ് ചെയ്യും. അതേപോലെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻസുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ, എമംഗ് ദ ഫോളോയിങ് മോളിക്യൂൾസ് വിച്ച് വൺ ഷോസ് പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്ര. നമ്മുടെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ 4 മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. അതിൽ പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്രം തരുന്നത് ആരാണ്? അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ റൊട്ടേഷണലി ആക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. റൊട്ടേഷണലി ആക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ മോളിക്യൂൾസ് N2, H2S, CO2, അതേപോലെ CH4, ഈ 4 സ്പീഷീസുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ആരാണ് റൊട്ടേഷണലി ആക്റ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രം തരുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഓരോരുത്തരുടെയും ഷേപ്സ് ആദ്യം ഒന്ന് വരച്ചിടാൻ പോവാണ്. N2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്, ലീനിയർ ആയിട്ട് N ട്രിപ്പിൾ ബോണ്ട് N എന്നുള്ള രീതിയിൽ ലീനിയർ ആയിട്ട് വരുന്ന സ്പീഷീസ് ആണ്. H2S എന്ന് പറയുമ്പോൾ നമ്മുടെ H2O സിമിലർ ആയിട്ടുള്ള ഷേപ്പാണ്. H2Oയ്ക്കകത്ത് ഓക്സിജനെ റീപ്ലേസ് ചെയ്തിട്ട് സൾഫർ വന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സോ നമ്മുടെ വാട്ടർ മോളിക്യൂളുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ബെൻഡ് ഷേപ്പാണ് H2S ഉള്ളത്.
അടുത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ സംബന്ധിച്ചിടത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഒരു ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. ആൻഡ് CH4നെ സംബന്ധിച്ചിടത്തോളം CH4 എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ ജിയോമെട്രി വരുന്ന ഒരു സ്പീഷീസും ആണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഓപ്ഷൻസിൽ തന്നിട്ടുള്ള 4 പേരുടെ ജിയോമെട്രീസ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സ്പീഷീസിനെ സംബന്ധിച്ചിടത്തോളം അവര് റൊട്ടേഷണലി ആക്റ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എപ്പോഴാണ് ഒരു സ്പീഷീസ് റൊട്ടേഷണലി ആക്റ്റീവ് ആവുന്നത്? മോളിക്യൂൾ ഷുഡ് ഹാവ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ഒരു മോളിക്യൂളിന് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട് എങ്കിൽ മാത്രമേ ആ മോളിക്യൂള് റൊട്ടേഷണലി ആക്റ്റീവ് ആവുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ഡൈപോൾ മൊമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ മോളിക്യൂൾ എന്താണ്? റൊട്ടേഷണലി ഇനാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ മൈക്രോവേവ് ഇനാക്റ്റീവ് സ്പീഷീസ് ആണ്. ഓക്കെ, മൈക്രോവേവ് ഇനാക്റ്റീവ് സ്പീഷീസ് അല്ലെങ്കിൽ റൊട്ടേഷണലി ഇനാക്റ്റീവ് സ്പീഷീസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ, കൺസെപ്റ്റ് അറിയാമല്ലോ. ഇപ്പോൾ ഒരു സ്പീഷീസ് റൊട്ടേഷണലി ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഇനി ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ 0 ആണ് എന്നുണ്ടെങ്കിൽ അവർ റൊട്ടേഷണലി ഇനാക്റ്റീവ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവർ മൈക്രോവേവ് ഇനാക്റ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ കൺസിഡർ ചെയ്തു. ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഓക്സിജൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഡൈപോൾ മൊമെന്റ് ആണല്ലോ ഇപ്പുറത്തെ സൈഡിലോട്ടുള്ളത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇത് +3 ആണ് എന്നുണ്ടെങ്കിൽ ഇത് -3 ആയിരിക്കും. അപ്പോൾ ഇൻ എഫക്റ്റ് ഇവരുടെ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ എന്താ വരുന്നത്? 0 ആണ്. അപ്പോൾ 0 ഡൈപോൾ മൊമെന്റ് വന്നു കഴിഞ്ഞാൽ ഇവര് റൊട്ടേഷണലി ആക്റ്റീവ് ആണോ? അല്ല, റൊട്ടേഷണലി ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും. ഓക്കെ, അതേസമയം ഞാനിപ്പോൾ വാട്ടർ മോളിക്യൂൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ വാട്ടർ മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവർക്ക് ഇങ്ങോട്ടൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും, സം ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്നതുകൊണ്ടാണ് പരസ്പരം ക്യാൻസൽഡ് ഔട്ട് ചെയ്തിട്ട് 0 ഡൈപോൾ മൊമെന്റ് വന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 0 ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഇതിങ്ങോട്ട് ഇതിങ്ങോട്ട്. അപ്പം ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇവിടെ 0 ആവാൻ സാധ്യതയില്ല. സോ അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം ഇവർ റൊട്ടേഷണലി ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഒരു സ്പീഷീസിന്റെ ഡൈപോൾ മൊമെന്റ് നോക്കിയിട്ട് അവർ ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇനി ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾസ്, ഇപ്പം H2 അല്ലെങ്കിൽ O2 ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ Cl2 ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇവർ നോക്കിക്കേ, ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെന്റും തുല്യമാണ്. ഓക്കെ, അപ്പം എന്താ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് ഇവരുടെ എല്ലാവരുടെയും ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ എന്ത് വരും? 0 വരും. അപ്പോൾ ആരുടെയൊക്കെ കേസസിലാണ് നമ്മുടെ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ 0 വരുന്നതെന്ന് മനസ്സിലായി നമുക്ക്? ലീനിയർ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ 0 ആണ്. സോ മൈക്രോവേവ് ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ CH4നെ എടുക്കുകയാണേ. അപ്പോൾ CH4 നമ്മൾ യൂഷ്വലി നോക്കുമ്പോഴത്തേനും ഇങ്ങോട്ട് മുകളിലോട്ടൊരെണ്ണം താഴോട്ട് 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. സോ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഇവർ റൊട്ടേഷണലി ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് ആയിരിക്കും എന്നാണ് നമ്മൾ യൂഷ്വലി ചിന്തിക്കുക. പക്ഷേ ഇവരുടെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഷേപ്പ് എന്താണ്? CH4 നമുക്കറിയാം ഇവർ പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ ജിയോമെട്രി ഉള്ള ആളുകളാണ്, അല്ലെ? പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ ജിയോമെട്രി ഉള്ള ആളുകളാണ് CH4. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മുകളിലോട്ടുള്ള ഡൈപോൾ മൊമെന്റും താഴോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡൈപോൾ മൊമെന്റും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ അത് പരസ്പരം ക്യാൻസൽഡ് ഔട്ട് ചെയ്യും. കാരണം ഇവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടെട്രാഹെഡ്രൽ ജിയോമെട്രിയാണ്. അതുകൊണ്ടാണ് ഈ ഡൈപോൾ മൊമെന്റ് പരസ്പരം ക്യാൻസൽഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ CH4നും 0 ഡൈപോൾ മൊമെന്റ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. 0 ഡൈപോൾ മൊമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതും എന്തായിരിക്കും? റൊട്ടേഷണലി ഇനാക്റ്റീവ് ആയിരിക്കും.
ഓക്കെ. സോ പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ ജോമെട്രി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. അവർ റൊട്ടേഷണലി ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ. അപ്പം റൊട്ടേഷണലി ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്നതിനെ കുറിച്ചിട്ട് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോവാം. നമുക്കിവിടെ നമ്മുടെ 4 സ്പീഷീസുകൾ N2, H2S, CO2, CH4. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറഞ്ഞത്? N2നെ സംബന്ധിച്ചിടത്തോളം ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളായി. ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെന്റ് പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് അവരുടെ നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ എന്ത് വരും? 0 വരും. CO2നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. ഇങ്ങോട്ടുള്ളതും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. സോ ഇങ്ങോട്ടുള്ളതും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് അവരുടെ കേസിലും എന്താണ്? നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ 0 ആണ് വരുന്നത്. സോ ഇവർ റൊട്ടേഷണലി ഇനാക്റ്റീവ് ആണ്. ഇവർ റൊട്ടേഷണലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ. ഇനി H2Sനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു വാട്ടറിന്റെ സ്ട്രക്ചറുമായിട്ട് സിമിലർ ആണ് അല്ലെ. അപ്പൊ ഇയാളുടെ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടാണ് എന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് പരസ്പരം ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. സോ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവര് റൊട്ടേഷണൽ സ്പെക്ട്രം തരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ റൊട്ടേഷണലി ആക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഓക്കെ. അപ്പൊ തന്നിട്ടുള്ളതിൽ പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്രം തരുന്ന സ്പീഷീസ് ഏതാണെന്ന് നമുക്ക് കിട്ടി? ഓപ്ഷൻ ബി H2S ആണ് തന്നിട്ടുള്ളവരിൽ റൊട്ടേഷണൽ സ്പെക്ട്രം തരുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഈ പാറ്റേണിലുള്ള ചോദ്യമാണ് ലാസ്റ്റ് ടൈമിൽ നിങ്ങളുടെ കെമിക്കൽ എക്സാമിനേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം. തന്നിട്ടുള്ളതിൽ റൊട്ടേഷണലി ആക്റ്റീവ് ഐഡന്റിഫൈ ചെയ്യാന്നോ, അങ്ങനെ ആ ടൈപ്പിലുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം നോക്കുക. In the hydrogen molecule, when the hydrogen is replaced by deuterium, what will happen to the rotational constant B? അപ്പം നമ്മൾ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനും അതുപോലെ റൊട്ടേഷണൽ എനർജി കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ഇക്വേഷൻ നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ കേസിൽ H2ൽ നമ്മൾ ഒരു ഹൈഡ്രജനെ അങ്ങ് മാറ്റിയിട്ട് ഡ്യൂറ്റീരിയം ആക്കി, അതായത് HD ആക്കി മാറ്റി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബിയുടെ വാല്യൂവിനകത്ത് എന്ത് വ്യത്യാസം വരും? ഇൻക്രീസ് ആണോ, ബിക്കം 0 ആണോ, ഡിക്രീസ് ആണോ, റിമൈൻ 0 ആണോ എന്നാണ് ചോദ്യം. ഓക്കെ. റിമൈൻ സെയിം എന്നാണോ ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് റൊട്ടേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ ബി ഈസ് ഈക്വൽ ടു h/8π² ആണ് നമ്മുടെ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ടേംസ് എല്ലാം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണെന്നും H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണെന്നും ഒക്കെ നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നിന്നും എനിക്ക് വേണമെങ്കിൽ എഴുതാം ബി പ്രൊപ്പോർഷണൽ ടു 1/I എന്ന് എഴുതാമല്ലോ. കാരണം ഇവിടെ ഡിനോമിനേറ്ററിലാണ് I, മൊമെന്റ് ഓഫ് ഇനർഷ്യ വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ എനിക്ക് പറയാം ബി പ്രൊപ്പോർഷണൽ ടു 1/I എന്ന് പറയാം. ഓക്കെ. ഇനി I, മൊമെന്റ് ഓഫ് ഇനർഷ്യ I എന്ന് പറഞ്ഞാൽ എന്താണ്? μr² ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ I എന്ന് പറയുന്നത് μr² ആണ്. സോ എനിക്ക് എന്ത് പറയാം? ബി പ്രൊപ്പോർഷണൽ ടു 1/μ എന്ന് പറയുന്നതിനും പ്രശ്നമില്ലല്ലോ. μ എന്ന് പറയുന്നത് മാസ് എന്താണ്? റെഡ്യൂസ്ഡ് മാസ് ആണ്. m1 m2. മ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. മ്യൂ ഈസ് ഈക്വൽ ടു m1 m2/m1 പ്ലസ് m2 ആണ്. ഓക്കെ. അപ്പം മ്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവരുടെ മാസിന് പ്രൊപ്പോർഷണലാണ്. ഓക്കെ. സോ നമുക്ക് കിട്ടി റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെഡ്യൂസ്ഡ് മാസ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് എന്ന് കിട്ടി. മാസ് കൂടിക്കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് മാസ് കുറയും അല്ലേ. അപ്പം മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ
റൊട്ടേഷണൽ കോൺസ്റ്റന്റ് കൂടും, മാസ് കൂടിക്കഴിഞ്ഞാൽ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് കുറയും അല്ലേ. അപ്പം നമുക്കിവിടെ കിട്ടി റൊട്ടേഷണൽ കോൺസ്റ്റന്റും മാസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇത്രയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഹൈഡ്രജൻ H2 ആയിരുന്ന ആളില് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട്, അതായത് HH ആയിരുന്ന ആളില് എന്താക്കുന്നു? HD ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ HH എന്നുള്ളത് HD ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ എന്ത് വ്യത്യാസം വരും എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രജനെ മാറ്റി ഒരു ഡ്യൂറ്റീരിയത്തിനെ ആക്കി കൊടുത്തു. ഹൈഡ്രജന്റെ മാസ് എത്രയായിരുന്നു? 1. ഡ്യൂറ്റീരിയത്തിന്റെ മാസ് എത്രയാണ്? 2. നമുക്കറിയാം B പ്രൊപ്പോർഷണൽ ടു 1/μ ആണ്. അതായത് മാസ് കൂടിക്കഴിഞ്ഞാൽ B എന്ത് ചെയ്യും? B കുറയും, റൊട്ടേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ കുറയും. കാരണം രണ്ടും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ മാറി ഡ്യൂറ്റീരിയം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മാസ് കൂടി. മാസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാസ് കൂടിക്കഴിഞ്ഞാൽ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് കുറയും. സോ എന്താണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി, റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ഡിക്രീസസ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി. ഞാനിവിടെ നിങ്ങൾക്ക് പിന്നീട് വായിച്ചു നോക്കാനായിട്ട് എക്സ്പ്ലനേഷൻ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അല്ലാണ്ട് അങ്ങ് പറഞ്ഞു പോവാണ് കേട്ടോ, നിങ്ങൾക്ക് പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഡിക്രീസസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. The microwave spectrum of a rigid diatomic molecule shows first 3 lines at 2.65682 cm inverse, 5.31364 cm inverse and 7.97046 cm inverse. What is the rotational constant of a molecule? അപ്പം ഒരു റൊട്ടേഷണൽ സ്പെക്ട്രം നമ്മൾ എടുത്ത സമയത്ത് അവിടെ അഡ്ജസൻ്റ് ആയിട്ടുള്ള 3 ലൈൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് 3 ലൈൻസ് കണ്ടുവരുന്ന പൊസിഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ 3 ലൈൻസിൻ്റെ നമ്മുടെ മൈക്രോവേവ് സ്പെക്ട്രത്തിനകത്ത് ആദ്യത്തെ 3 ലൈൻസിൻ്റെ പൊസിഷൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് അല്ലേ. ആദ്യത്തത് 2B, രണ്ടാമത്തത് 4B, ദെൻ 6B, ദെൻ 8B. അതായത് 2 അഡ്ജസന്റ് ലൈൻസിന്റെ ഇടയിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ അതെപ്പോഴും എത്രയായിട്ടാണ് വരുന്നത്? 2B അല്ലേ. അപ്പം നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു, എപ്പോഴും റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ 2 അഡ്ജസന്റ് ലൈനുകളുടെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് 2B ആണ്. ഓക്കെ, റൊട്ടേഷണൽ സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് എപ്പോഴും 2 അഡ്ജസന്റ് ലൈൻസിന്റെ റൊട്ടേഷണൽ ലൈൻസിന്റെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് 2Bക്ക് തുല്യമാണ്. ഓക്കെ, സോ ഇവിടെ ഇതേപോലെ ഞാൻ റൊട്ടേഷണൽ സ്പെക്ട്രത്തിലുള്ള 3 ലൈൻസിനെ കൺസിഡർ ചെയ്തപ്പം ആദ്യത്തെ ലൈൻ എനിക്ക് 2.65682 കിട്ടി. രണ്ടാമത്തെ എനിക്ക് 5.31364 കിട്ടി. മൂന്നാമത്തെ എനിക്ക് 7.97046 കിട്ടി. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്കറിയാം റൊട്ടേഷണൽ സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് 2 അഡ്ജസന്റ് റൊട്ടേഷണൽ ലൈൻസിന്റെ ഇടയിലുള്ള ദൂരം എന്താണ്? എപ്പോഴും 2B ആണ് അല്ലേ. അപ്പോൾ ഇതിലും 2 അഡ്ജസന്റ് ലൈൻസിന്റെ ഇടയിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 2B കിട്ടും. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. കണ്ടേ, 5.31364 മൈനസ് 2.65682. ആറ്, ദെൻ 10, 5, ദെൻ 6, 4. ഓക്കെ, അപ്പോൾ 2.65682 എന്ന് കിട്ടി. അതെന്താണ്? 2B ആണ്. 2 പേർക്ക് ഇടയിലുള്ള ഡിഫറൻസ് 2B ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള 2.65682 എന്ന് പറയുന്നത്. അപ്പം B കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 2.65682 ഡിവൈഡഡ് ബൈ 2, 1.3281 എന്ന് കിട്ടി അല്ലേ. 1.32
841 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി 1.32841 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് കേട്ടോ. അപ്പം അത്യാവശ്യം നിങ്ങൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതായത് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ അഡ്ജസെന്റ് ലൈൻസിന്റെ ഇടയിലുള്ള ഡിഫറൻസ് 2b ആണ്. അപ്പൊ ലൈൻസിന്റെ പൊസിഷൻസ് വല്ലതും തന്നിട്ട് റൊട്ടേഷണൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ഓർത്താൽ മതി? രണ്ട് തൊട്ടടുത്തുള്ള ലൈനുകളുടെ ദൂരം 2b ആണ്. അപ്പൊ രണ്ട് തൊട്ടടുത്ത ലൈനുകളുടെ ഇടയിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ, പൊസിഷൻസിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 2bയുടെ വാല്യൂ ആണ് കിട്ടുന്നത്. അതിന് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ കിട്ടും. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ബിയുടെ ഇക്വേഷൻ ആണ്. ബി ഈസ് ഈക്വൽ ടു h/8 പൈ സ്ക്വയർ IC. ഈ ഇക്വേഷനും ഓർത്തിരിക്കുക. ദെൻ ബി പ്രപ്പോർഷണൽ ടു ഐ ആണ്. ഐ എന്ന് പറയുന്നത് മ്യൂ ആർ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് പറയാം ബി പ്രപ്പോർഷണൽ ടു 1/i അല്ലെങ്കിൽ 1/μ എന്നും പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ചോദ്യത്തിലോട്ട് പോയിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഈസ് മൈക്രോവേവ് ഇനാക്റ്റീവ്? അപ്പോൾ ഇവിടെ മൈക്രോവേവ് ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, മൈക്രോവേവ് ഇനാക്റ്റീവ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായിരിക്കും? അവരുടെ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ എന്ത് കിട്ടണം? മൈക്രോവേവ് ഇനാക്റ്റീവ് അല്ലേ, സോ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. ഓക്കെ, അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ 0 ഉള്ള സ്പീഷീസ് ഏതാണ് എന്നാണ് ചോദ്യം. അവരാണ് മൈക്രോവേവ് ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ്. ഓക്കെ, അപ്പൊ HCl സംബന്ധിച്ചിടത്തോളം അവരുടെ ജോമെട്രി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെന്റ് വ്യത്യസ്തമായിരിക്കും. ലീനിയർ ആണെങ്കിൽ പോലും ഇങ്ങോട്ട് Hഉം അങ്ങോട്ട് Cl ആണ്. അപ്പോൾ രണ്ടുപേരുടെ ഡൈപോൾ മൊമെന്റ് വ്യത്യസ്തമാണ്. ഓക്കെ, സോ രണ്ടുപേരുടെ ഡൈപോൾ മൊമെന്റ് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട്? ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അടുത്ത H2ലേക്ക് വരുമ്പം നോക്കിക്കേ, രണ്ടു വശത്തും ഹൈഡ്രജനാ. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ എന്ത് വരും? വാല്യൂ 0 വരുള്ളൂ. നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 വരുള്ളൂ. ഇനി HBrന്റെ കേസ് വരുമ്പോഴത്തേനോ, HBrന്റെ കേസ് വരുമ്പോൾ ഒരിടത്ത് ഹൈഡ്രജൻ ഒരിടത്ത് Br പരസ്പരം ക്യാൻസൽ ആയി പോവുമോ? ഇല്ല. സോ ഇവർക്കും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ. സിയോയുടെ കേസ് വരുമ്പോഴത്തേനോ, ഇവിടെയും ഒരിടത്തോട്ട് കാർബൺ ഒരിടത്തോട്ട് ഓക്സിജൻ ആണ്. പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്യുമോ? ഇല്ല. സോ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ആരുടെ കേസിലാണ് മൈക്രോവേവ് ഇനാക്റ്റീവ് ആയിട്ട് വരുന്നത്? ഇവരുടെ കേസിലാണ് വാല്യൂ എന്തായിട്ട് വന്നിട്ടുള്ളത്? 0 ആയിട്ട് വന്നിട്ടുള്ളത്. ഡൈപോൾ മൊമെന്റിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ 0 ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ലാതെ വന്നിട്ടുള്ളത് H2 ആണ്. സോ മൈക്രോവേവ് ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ഏതാണെന്ന് പറയാം ഇവിടെ? ഓപ്ഷൻ ബി, ഹൈഡ്രജൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി, ഹൈഡ്രജൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പിന്നീട് അത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. നോട്ട്സിൽ അവൈലബിൾ ആവുന്ന സമയത്ത് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നോട്ട്സ് ഇവിടെ വായിച്ചു പോയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോൺ ആസ് ദി ഫിംഗർ പ്രിന്റ് റീജിയൻ ഇൻ IR സ്പെക്ട്രോസ്കോപ്പി? പലതവണ എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പല ടൈപ്പ് ഓഫ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്, PSC എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. IR സ്പെക്ട്രോസ്കോപ്പിയിൽ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്നറിയപ്പെടുന്ന റീജിയൻ ഏതാണ്? നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഫിംഗർ പ്രിന്റ് റീജിയൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ 900 1400 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, 12500 to 400 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, 666 to 50 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, 666 to 4000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇതിൽ ഏതാണ് ഫിംഗർ പ്രിന്റ് റീജിയൻ എന്നറിയപ്പെടുന്നത്? എന്താണ് ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ യൂഷ്വലി ഇപ്പം 2 സ്പീഷീസ് എടുത്തു. 2 സ്പീഷീസിനകത്തും ഒരു OH ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2 പേരിലും ഒരു പീക്ക് നമ്മുടെ 3100 3300 ആ റേഞ്ചിൽ 2 പേരുടെ കേസിലും ഒരു പീക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ആൽഡിഹൈഡ് ആണ് 2 പേരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്പീഷീസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടും 1720 റേഞ്ചിൽ ഒരു പീക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, OH ഇതുപോലെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ 2 സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ 2 സ്പീഷീസുകളുടെയും ഈ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഒരേ പൊസിഷൻസിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഈ മോളിക്യൂൾസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ
ഈ ഒരു 900 to 1400 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 900 to 1400 സെന്റിമീറ്റർ ഇൻവേഴ്സ് വരെയുള്ള ആ ഒരു റീജിയനിൽ ഒരു മോളിക്യൂളിന് കിട്ടുന്നത് പോലെയുള്ള IR സ്പെക്ട്രം വേറൊരു സ്പീഷീസിനും കിട്ടത്തില്ല. നമ്മുടെ ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ അതല്ലേ, ഒരാൾക്കുള്ള ഫിംഗർ പ്രിന്റ് വേറൊരാൾക്കുണ്ടോ? ഇല്ല. അപ്പോൾ ഓർഗാനിക് മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം ഈ 900 to 1400 സെന്റിമീറ്റർ ഇൻവേഴ്സിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു മോളിക്യൂളിന് കിട്ടുന്നത് പോലെയുള്ള ഒരു IR സ്പെക്ട്രം തീർച്ചയായിട്ടും മറ്റേ ഒരു മോളിക്യൂളിന് നമുക്ക് കിട്ടത്തില്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം ആയിരിക്കും മറ്റൊരു മോളിക്യൂളിന് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ആ റീജിയണിന് പേര് വന്നത് ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന്. ഓക്കെ, സോ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫിംഗർ പ്രിന്റ് റീജിയനിൽ നമ്മൾ 2 ഓർഗാനിക് മോളിക്യൂൾസിന്റെ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ ഇതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം ആയിരിക്കും നമുക്ക് ഈ ഫിംഗർ പ്രിന്റ് റീജിയന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്തയാൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. 900 to 1400 സെന്റിമീറ്റർ ഇൻവേഴ്സിനെയാണ് നമ്മൾ യൂഷ്വലി ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് 900 to 1500, 1400, 1300 അങ്ങനെയൊക്കെ ഓപ്ഷൻസിൽ മാറി മാറി വരും. ആ ഒരു റേഞ്ച് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ. ദ റീജിയൻ 1500 to 900 സെന്റിമീറ്റർ ഇൻവേഴ്സ് ഓഫ് ആൻ IR സ്പെക്ട്രം ഈസ് നോൺ ആസ് ദി ഫിംഗർ പ്രിന്റ് റീജിയൻ ഓഫ് ദി സ്പെക്ട്രം ആൻഡ് ഇറ്റ് ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ മോളിക്യൂൾ. നോ 2 കോമ്പൗണ്ട്സ് ഹാവ് ഐഡന്റിക്കൽ ബാൻഡ്സ് ഇൻ ദിസ് റീജിയൻ. ഒരിക്കലും 2 മോളിക്യൂൾസിന് ഈ പറയുന്ന ഫിംഗർ പ്രിന്റ് റീജിയനിൽ സ്പെക്ട്രം ഒരേപോലെ വരാൻ യാതൊരു സാധ്യതയും ഇല്ല. This fingerprint region of an IR spectrum is very useful for establishing the identity of 2 compounds. നമുക്ക് 2 കോമ്പൗണ്ട്സിനെ വേർതിരിച്ചറിയണമെങ്കിൽ നമ്മൾ യൂഷ്വലി അവരുടെ ഫിംഗർ പ്രിന്റ് റീജിയനിലുള്ള അവരുടെ സ്പെക്ട്രം എടുത്തിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക കേട്ടോ. യൂഷ്വലി നമ്മൾ മോളിക്യൂൾസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് അവരുടെ ഏതൊക്കെ മോളിക്യൂൾ ആണ് എന്നുള്ളത് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഈ ഫിംഗർ പ്രിന്റ് റീജിയനിലുള്ള അവരുടെ സ്പെക്ട്രം നോക്കിയിട്ടാണ് കേട്ടോ. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം കുറച്ച് ലെങ്തിയാണ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.